ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. തൃണമൂൽ കോൺഗ്രസ് ചുങ്കത്ര പഞ്ചായത്ത് കൺവീനർ പി സുഭാഷ് CPM-ലേക്ക്. PV അൻവറിന് സ്വാർത്ഥ താൽപര്യം മാത്രമാണെന്നും അദ്ദേഹം ഉപജാപക സംഘത്തിന്റെ പിടിയിലാണെന്നും PV അൻവറുമായും തൃണമൂൽ കോൺഗ്രസുമായുമുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചതായും സുഭാഷ് പറഞ്ഞു. ചുങ്കത്ര കൊന്നമണ്ണ വാർഡിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങിയ ശേഷമാണ് സുഭാഷ് CPM-ലേക്ക് തിരിച്ചു പോകുന്നത്. സത്യത്തിൽ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ PV അൻവർ ഉൾപ്പെടുന്ന ഒരു ഉപജാപക സംഘം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ സത്യത്തില് ഇത്തരത്തിലുള്ള ഏകാധിപത്യം അല്ലെങ്കിൽ നിലപാടില്ലാത്ത ആൾക്കാരുടെ കൂടെ, ആ സംഘങ്ങളുടെ കൂടെ നമ്മുടെ നിലപാടുകളെയും നമ്മുടെ വ്യക്തിത്വങ്ങളെയും പണയപ്പെടുത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളും, അതുപോലെ തന്നെ PV അൻവറുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളും ഇന്ന് ഈ നിമിഷം മുതൽക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ അടുത്ത രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത്, ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. ആത്യന്തികമായും ഒരു കമ്മ്യൂണിസമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തോടൊപ്പം, എന്നെ നെഞ്ചേറ്റിയ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളോടൊപ്പം, ഞാൻ നെഞ്ചിലേറ്റിയ എൻ്റെ ചെങ്കൊടി പ്രസ്ഥാനത്തോടൊപ്പം തുടർന്നുള്ള എൻ്റെ രാഷ്ട്രീയ ജീവിതം ഇനിയുള്ള കാലഘട്ടത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ്, പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ സത്യത്തിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് കുറച്ച് നാളുകളായി ആ ഒരു തീരുമാനവുമായി ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഞാനത് സ്ഥിരീകരിക്കാനോ ഇതുപോലെ പ്രഖ്യാപിക്കാനോ ഒരല്പം വൈകിപ്പോയതിന്റെ കാരണം മറ്റൊന്നുമല്ല. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വ്യക്തി പാർട്ടി മാറുന്നത്, ഒരു തെരഞ്ഞെടുപ്പൊക്കെ ഘട്ടത്തിൽ ഒരാളെ പാർട്ടി മാറുക എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹം വിലയിരുത്തുന്ന ഒന്നുകിൽ ഒരു സീറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനലബ്ധിക്ക് വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന വിലയിരുത്തലാണ് നമ്മുടെ പൊതുസമൂഹത്തിനകത്തുള്ളത്. അപ്പൊ അത്തരത്തിലൊരു തെറ്റിദ്ധാരണ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളിൽ ഉണ്ടായിക്കൂടാ എന്നതുകൊണ്ടാണ് ഈ നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ കാര്യം പ്രഖ്യാപിക്കാതിരുന്നത്. താൻ ഉൾപ്പെടെയുള്ളവർ അൻവറിന്റെ നിലപാടിൽ ശരിയുണ്ടോ എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിനൊപ്പം കൂടിയവരാണ്. എന്നാൽ PV അൻവർ ഇടതുപക്ഷം വിടുമ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് തെളിയിക്കാനാവുന്നില്ല. പിണറായിസത്തിനെതിരെ രംഗത്ത് വന്ന് പിന്നീട് സതീശനിസവും നെക്സസും ആരോപിക്കുമ്പോഴും അൻവറിന് സ്വന്തമായി ഒരു നിലപാട് സ്വീകരിക്കാനായില്ല. അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സ്വാർത്ഥ താൽപര്യങ്ങൾക്കും പാർട്ടി അനുകൂല നിലപാട് സ്വീകരിക്കാത്തതാണ് LDF വിടാൻ കാരണമെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. CPM-ന്റെ കടന്നൽ രാജയായിരുന്ന PV അൻവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദുഃഖമുണ്ട്. അൻവറിന് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. രാവിലെ പറയുന്ന നിലപാട് ഉച്ചയ്ക്ക് മാറ്റി പറയും, ഉച്ചയ്ക്ക് പറയുന്നത് വൈകുന്നേരം മാറ്റി പറയും, നേരം പുലർന്നാൽ പിന്നെയും മാറ്റുമെന്ന അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ പൊതുപ്രവർത്തകനായി അൻവറിനൊപ്പം തുടരാനാകില്ലെന്നും സുഭാഷ് പറഞ്ഞു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയിയെ UDF സ്ഥാനാർത്ഥിയായി അൻവർ പ്രഖ്യാപിച്ചതിനാലാണ് ജോയിക്ക് സീറ്റ് കിട്ടാതിരിക്കാൻ ഇടയാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും തൃണമൂലിന് നൽകാൻ UDF-നോട് കേഴുകയാണ് അൻവറും പാർട്ടിയും. UDF വാതിലടച്ചപ്പോൾ CPM-മായും അടവ് നയം സ്വീകരിക്കുമെന്നാണ് തൃണമൂൽ പ്രഖ്യാപിച്ചത്. ഇത് നാണക്കേടായെന്നാണ് തൃണമൂൽ പ്രവർത്തകർ പറയുന്നത്. ചുങ്കത്ര പഞ്ചായത്ത് ഭരണം കൈവെള്ളയിൽ വെച്ചുകൊടുത്തിട്ടും UDF അൻവറിനെ കൈയൊഴിഞ്ഞത് ദയനീയമാണെന്നും സുഭാഷ് അഭിപ്രായപ്പെട്ടു. നേരത്തെ CPM പ്രവർത്തകനായിരുന്ന സുഭാഷ് 2015 കൊന്നമണ്ണ വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു. ഇനിയും നിരവധി പേർ തൃണമൂൽ വിടുമെന്നാണ് സുഭാഷ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.